ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാനം വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ആ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പല ഡൈനാസ്റ്റികളുടെയും ചരിത്ര സ്മാരകങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖൽജി ഡൈനാസ്റ്റി വരെ. അതിനുശേഷമുള്ള തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി എന്നിവരുടെ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്, പ്രധാനപ്പെട്ടവ മാത്രം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കേസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കേസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ നമ്മുടെ മറ്റൊരു ഇനീഷ്യേറ്റീവ്സാണ് നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ എക്സാം പോർട്ടലും. ഇവ രണ്ടും നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഇവയിൽ തന്നെ പ്രധാനപ്പെട്ട സുൽത്താൻമാരെക്കുറിച്ച്, അവരുടെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനുള്ളത് മുഗൾ പീരീഡാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുൻപേ ഈ ഒരു ഡൈനാസ്റ്റിയുടെ കാലത്തുണ്ടായ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിയും ഖൽജി ഡൈനാസ്റ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റിയാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ സയ്യിദ് ഡൈനാസ്റ്റിയുടെ സമയത്ത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കി ഓരോന്നോരോന്നായിട്ട് പോകും. അപ്പോൾ പ്രധാനപ്പെട്ട ആർക്കിടെക്ചറുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫോർട്ടുകളാണ്, കോട്ടകളാണ്. അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്തുള്ള തുഗ്ലക്കാബാദ് ഫോർട്ട്, ഫിറോസാബാദ് ഫോർട്ട്, പിന്നെ മുഹമ്മദ് ഷാ സയ്യിദ് മുസോളിയം ആൻഡ് സിക്കന്ദർ ലോധി ടോംബ്. ആദ്യത്തെ 2 ഫോർട്ടുകളാണ്, അവസാനത്തെ 2 ടോംബാണ്, അതായത് ശവക്കല്ലറകളാണ്. അപ്പോൾ ഇവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ വിവരങ്ങൾ മാത്രമാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് തുഗ്ലക്കാബാദ് ഫോർട്ട്. അപ്പോൾ തുഗ്ലക്കാബാദ് ഫോർട്ട് നമുക്ക് പേരിൽ നിന്ന് തന്നെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്താണെന്ന് പറയും. അപ്പോൾ ഈ ഒരു തുഗ്ലക്കാബാദ് ഫോർട്ട് പണിതത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. അതായത് തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിച്ച ഗിയാസുദ്ദീൻ തുഗ്ലക്ക് തന്നെയാണ് ഈ ഒരു തുഗ്ലക്കാബാദ് ഫോർട്ടും തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന സിറ്റിയും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഡൽഹിയിൽ തന്നെയാണ്. അപ്പോൾ 1321 ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ഇത് പിന്നീട് ഒഴിയുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു കോട്ടയ്ക്കകത്ത് എന്തോ ശാപം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ വിശ്വാസം വന്ന് പിന്നീട് ഇത് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തുഗ്ലക്കാബാദ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ഒരു ഫോർട്ടാണ്, കുറച്ച് കാലം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തുഗ്ലക്കാബാദ് ഫോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇത് ആരാണ് പണിതത് എന്നാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് 1321 പണിതത് എന്നുകൂടി മനസ്സിലാക്കുക. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പീരീഡിലാണെന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ ഈ ഒരു തുഗ്ലക്കാബാദ് ഫോർട്ടിനെ കുറിച്ച് അറിഞ്ഞു വെച്ചാൽ മതിയാവും. ഇനി അടുത്ത ഫോർട്ട് എന്ന് പറയുന്നത് ഫിറോസാബാദ് ഫോർട്ട്. അപ്പോൾ അതിൽ തന്നെ ഫിറോസ് ഉണ്ട്. അപ്പോൾ പണിതത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പോൾ അദ്ദേഹം ഫിറോസാബാദ് സിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ഫിറോസാബാദ് വന്നിട്ട് ഒരു നഗരം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഫിറോസ് ഷാ കോട്ട്ല മൈതാനം എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്ന ഡൽഹിയിലെ ഗ്രൗണ്ടാണ്. അപ്പോൾ അത് ഈ ഒരു ഫിറോസാബാദ് സിറ്റിക്ക് അകത്താണ്. അപ്പോൾ ഈ ഒരു ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഈ ഒരു ഫിറോസാബാദ് സിറ്റിയും അവിടുത്തെ കോട്ടയും ഒക്കെ പണിതിട്ടുള്ളത്. അപ്പോൾ 1354 അദ്ദേഹം ഇത് ഒരു പുതിയ ക്യാപിറ്റലായിട്ട് ഡൽഹിയിൽ തന്നെ പുതിയൊരു തലസ്ഥാനമായിട്ട്, ഡൽഹിക്ക് അകത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലമുള്ളത്, വച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അശോകൻ പില്ലർ ഉണ്ട്. അശോകൻ പില്ലർ എന്ന് നമുക്കറിയാം, അശോക മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ച പില്ലറുകളാണ്, ശാസനങ്ങളൊക്കെ എഴുതിയ. അത് 3ാം സെഞ്ച്വറി BC-യിലുള്ളതാണ്. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്തിൽ നിന്നും എടുത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇവിടെ ഈ ഒരു സിറ്റിക്കകത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയിൽ ആ ഒരു പില്ലർ അങ്ങ് മുകളിലോട്ട് പോയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അശോകൻ പില്ലറുള്ള ഒരു കോട്ടയാണ്. ഏത് ഈ ഒരു ഫിറോസാബാദിലുള്ള ഈ ഒരു ഫിറോസാബാദ് കോട്ട അല്ലെങ്കിൽ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ഫിറോസാബാദ് സിറ്റി അല്ലെങ്കിൽ ഫിറോസാബാദ് കോട്ട എന്ന് പറയുന്നത് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ പീരീഡിലുള്ള ഈ ഒരു തുഗ്ലക് ഡൈനാസ്റ്റിയുടെ പേരിൽ ഫിറോസ് ഷാ പണിതതാണ്. ഫിറോസ് ഷാ കോട്ട്ല മൈതാനം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു 2ാമത്തെ സിറ്റീനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് 2 ടോംബുകളാണ്. അപ്പോൾ ടോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവക്കല്ലറകളാണ്. അതിൻ്റെ അകത്ത് ശവക്കല്ലറയാണ്. അതിൻ്റെ പുറത്ത് പണിതിരിക്കുന്ന ഈ ഒരു ഭംഗിയുള്ള കെട്ടിടമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് ഷാ സയ്യിദ് മുസോളിയം എന്നാണ് വിളിക്കുന്നത്. ഇത് ഡൽഹിയിൽ തന്നെയുള്ള ലോധി ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതായത് വലിയൊരു പൂന്തോട്ടമുണ്ട്, ലോധി ഗാർഡൻസ് എന്ന് വിളിച്ച്. അതിൻ്റെ അകത്താണ് ഈ ഒരു ടോംബ് ഉള്ളത്. അപ്പോൾ ഈ ടോംബ് 1444 പണിതതാണ്. അപ്പോൾ സയ്യിദ് ഡൈനാസ്റ്റിയിൽ തന്നെ ഈ ഒരു മുഹമ്മദ് ഷായെ നമുക്കറിയാം 3ാമത്തെ ആളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേരിൽ ഓൾറെഡി ഓർമ്മിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 1444 കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് അടുത്ത ലോധി ഡൈനാസ്റ്റിയിലുള്ള
ഒരാളും ഈ ഒരു ഇതുപോലെ ഒരു ടോംബ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കുത്തബ് മിനാർ കണ്ടിട്ട് കുത്തബ് മിനാർ പോലെ മറ്റൊന്ന് പണിയാൻ ശ്രമിച്ചതുപോലെ. അതുപോലെ ഇതുപോലെ ഇതിനോട് ഒത്ത് ചേർന്ന് തന്നെ ഉള്ള മറ്റൊരു ടോംബ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മുസോളിയത്തിനെ കുറിച്ചാണ് മുഹമ്മദ് ഷാ സയ്യിദ് മുസോളിയം എന്നാണ്. അപ്പോൾ ആരാണ് എന്ന് സംശയമില്ല, പക്ഷെ പണിതത് അദ്ദേഹം തന്നെയാണെന്ന് ഓർത്തു വെക്കണം. ചിലപ്പോൾ നമ്മൾ അദ്ദേഹം മരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറകൾ പണിയുക എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇവർ ഓൾറെഡി ഈ ഒരു ഔട്ട്ലൈനൊക്കെ പുറത്തുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെക്കും. അതിനുശേഷം മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവർ ഇതിൻ്റെ അകത്ത് അടക്കുക എന്ന് മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് പണിതത് മുഹമ്മദ് ഷാ തന്നെയാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അത് ലോധി ഗാർഡൻസിലാണ് ഉള്ളത് എന്നുകൂടി ഓർത്തു വെക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഡോമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അടുത്ത അവസാനത്തതാണ്, അത് സിക്കന്ദർ ലോധി ടോംബാണ്. അപ്പോൾ സിക്കന്ദർ ലോധി നമുക്കറിയാം ലോധി ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ലോധി ഡൈനാസ്റ്റിയിലെ ആ ഒരു ടോംബും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുൻപേ കണ്ട ഈ ഒരു മുഹമ്മദ് ഷാ സയ്യിദിൻ്റെ ടോംബ് അല്ലെങ്കിൽ മുസോളിയത്തിൻ്റെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സിക്കന്ദർ ലോധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകനായ ഇബ്രാഹിം ലോധിയാണ് ഈ ഒരു ടോംബ് പണിതത് എന്ന് ഓർത്തു വെക്കണം. അതായത് ഈ ഒരു ടോംബ് പണിതിരിക്കുന്നത് സിക്കന്ദർ ലോധി ടോംബ് അതെവിടെയാണ്? ലോധി ഗാർഡൻസിലാണുള്ളത്, ഡൽഹിയിൽ തന്നെ. അപ്പോൾ ഈ ഒരു ലോധി ഗാർഡൻസിലുള്ള ഈ ഒരു സിക്കന്ദർ ലോധിയുടെ ടോംബ് പണിതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ഇബ്രാഹിം ലോധിയാണ്, അല്ലെങ്കിൽ ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ സുൽത്താനായ ഇബ്രാഹിം ലോധിയാണെന്ന് ഓർത്തു വെക്കണം. ഇത് ഏത് കണ്ടിട്ടാണ് പണിതത്? അതായത് മുഹമ്മദ് ഷായുടെ മുസോളിയം കണ്ടിട്ടാണ് പണിതത്. നമുക്കത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സിമിലാരിറ്റി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെയാണ്, ഒരേ ഗാർഡൻ്റെ അകത്താണ്, ഒന്നിനോ തൊട്ടടുത്താണ് മറ്റേതുള്ളതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൽ ശേഷിക്കുന്ന തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി എന്നിവയിലൊക്കെയായിട്ട് പഠിക്കാനുള്ള സ്മാരകങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഒന്നുമില്ല, ഇതിലേതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് പണിതത്, ഏത് കാലഘട്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ മാത്രം മതിയോ. അപ്പോൾ നമ്മൾ തുഗ്ലക്കാബാദ് ഫോർട്ട് പണിതു, അത് പണിതത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് 1321. അടുത്തത് ഫിറോസാബാദ് സിറ്റിയും ഫിറോസാബാദ് ഫോർട്ടും പറഞ്ഞു, അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് പണിതത്. അതിൻ്റെ അകത്തൊരു അശോകൻ പില്ലർ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക, അത് മറ്റൊരു സ്ഥലത്തു നിന്നും പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാണെന്ന് കൂടി ഓർത്തു വെക്കുക. അതിനുശേഷം മുഹമ്മദ് ഷാ സയ്യിദ് മുസോളിയം പഠിച്ചു, അത് മുഹമ്മദ് ഷാ തന്നെയാണ് പണിതത്, അത് ലോധി ഗാർഡൻസിലാണ്, ഡൽഹിയിലാണെന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം സിക്കന്ദർ ലോധി ടോംബ് ലോധി ഗാർഡൻസിൽ തന്നെയാണ് പണിതത്, അദ്ദേഹത്തിൻ്റെ മകനായ ഇബ്രാഹിം ലോധിയാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ച്, ശേഷിക്കുന്ന ആർക്കിടെക്ചറിനെ കുറിച്ച്. കാരണം ഈ ഒരു കുത്തബ് മിനാറൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ശേഷിക്കുന്ന ആർക്കിടെക്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി കൂടുതൽ ആർക്കിടെക്ചറുകൾ വരുന്നത് അടുത്ത, അതായത് മുഗൾ ഡൈനാസ്റ്റിയുടെ പീരീഡ് അല്ലെങ്കിൽ മുഗൾ എംപയറിൻ്റെ പീരീഡിലാണ്. അപ്പോൾ നമ്മൾ മുഗൾ പീരീഡ് പഠിക്കുന്ന സമയത്ത് അതും വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.